അല്ല ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു നിലപാട് എടുക്കുക, അങ്ങനെ ഒരു നിലപാടാണ് കോൺഗ്രസ് എടുക്കേണ്ടത്. കാരണം കോൺഗ്രസിന് പോലും വേണ്ടാത്ത ഒരാളെ എന്തിന് പാലക്കാടിന് മേൽ കെട്ടിവെക്കണം എന്നുള്ളതാണ്. പക്ഷെ CPM അത് പറയാൻ അർഹതയില്ലെന്നേ. അങ്ങനെ തന്നെയാണ് ബാനു. CPM മാത്രം അത് പറയരുത്. കാരണം CPM ഈ കീഴ്വഴക്കം ഇവിടെ ഉണ്ടാക്കിയ പാർട്ടിയാണ്. അതുകൊണ്ടാണ് CPM പറയാൻ അർഹതയില്ല. അല്ല, CPM ആവശ്യപ്പെടുന്നതിന്റെ പ്രാഥമിക വിഷയം ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രനെതിരെയോ മുകേഷിനെതിരെയോ വന്നിട്ടുള്ള ആരോപണങ്ങളുടെ വ്യാപ്തിയെ സംബന്ധിച്ചുള്ളതാണ്. അല്ല, വ്യാപ്തി നിങ്ങളാണ് തീരുമാനിച്ചത്, നിങ്ങളാണ് അതിന് തീവ്രത നോക്കുന്നത്. ഒരു 3 ഏത്തപ്പഴെടുത്തവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ? ബാക്കിയുള്ളവരല്ല, നിങ്ങൾ തീവ്രത നോക്കി നിങ്ങൾ കൂട്ടത്തോടെ കടകംപള്ളിയെയും മുകേഷിനെയും സംരക്ഷിച്ചു എന്ന് വെച്ച് ബാക്കിയുള്ളവരെല്ലാം അങ്ങനെ വിശ്വസിക്കണമെന്നില്ല. അഡ്വക്കേറ്റ് BN ഭാസ്കർ, ഇവിടെയാണെങ്കിൽ കോൺഗ്രസ് ശരിയാണ്, CPM നിന്ന് വ്യത്യസ്തമായ ഒരു പാർട്ടി സംഘടനാ സെറ്റപ്പാണുള്ളത്. അവിടെ ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ അവിടെ കൂട്ടത്തോടെ ആ നേതാവിനെതിരെ ഇറങ്ങി പുറപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് വേണം താനും, അങ്ങനെ വേണം താനും, അങ്ങനെ സംരക്ഷിച്ച് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു സെറ്റപ്പിന്റെ ഒരു വ്യത്യാസമുണ്ട് ഈ കാര്യത്തിൽ. അത് നിങ്ങൾ യോജിച്ച് മുകേഷിനെയും കടകംപള്ളിയെയും ഒക്കെ സംരക്ഷിച്ച് നിർത്തി, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അങ്ങനെ മഞ്ജുഷ്, അതില് മുകേഷിനെതിരെ വന്നിട്ടുള്ള ആരോപണം, മുകേഷിനെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ അല്ലാത്ത ഒരാളെന്ന നിലയിൽ പാർട്ടിക്ക് മുകേഷ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. താൻ കൊണ്ടുപോയി നുണ നട്ടു നോക്ക്, കിളിർക്കാണെങ്കിൽ ഒരു വിത്ത് എനിക്ക് വെച്ചേരെ. സ്വതന്ത്രനായി മത്സരിക്കുകയും CPM ചിഹ്നം അനുവദിച്ച് CPM സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചിട്ടുള്ള ആളാണ്. അപ്പോ അത്തരം ഒരാളോട് നിശിതമായ ഭാഷയിൽ പാർട്ടിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് പരിമിതിയുണ്ട്. ഒരു പരിമിതിയില്ല. CPM-നല്ലേ പരിമിതി? അല്ല, പറഞ്ഞേ ഉള്ളൂ. ഇല്ല മഞ്ജുഷ്, അതില് ഒരുപക്ഷെ മുകേഷിനോട് ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു എന്നൊരു ഹൈപ്പോത്തിസിസ് എടുത്തോളൂ. അങ്ങനെ ഒരു അസംഷനിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും? അത് രാഹുലിനോട് അങ്ങനെ തന്നെയാണ്. രാഹുൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിലൊന്നും വരില്ല. രാഹുൽ സ്വതന്ത്രനായിട്ട് തന്നെ MLA ആയിട്ട് തുടരാൻ പറ്റും. അത് രണ്ട് കാര്യത്തിലും ഈക്വൽ ആണ്. രാഹുൽ ചിലപ്പോൾ പറഞ്ഞു കാണും എനിക്ക് പറ്റില്ല എന്ന്. നമുക്കറിയാൻ പറ്റുമോ? അത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് CPM-നെയും ഇടതുപക്ഷത്തെയും സംബന്ധിച്ചിടത്തോളം രാഹുൽ രാജിവെക്കാതിരിക്കുക എന്നുള്ളതാണ്. രാഹുൽ രാജിവെക്കാതിരിക്കുന്നിടത്തോളം കാലം ധാർമ്മികത ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിന് ഈ വിഷയത്തിൽ വർത്തമാനം പറയാൻ പോലും ആവില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഭീഷണിയുടെ സ്വരത്തിൽ ശ്രീ VD സതീശൻ വർത്തമാനം പറഞ്ഞു തുടങ്ങി. എന്തുകൊണ്ട് VD സതീശൻ തനിക്ക് ലഭിച്ച പരാതി ഇത്രയും കാലമായിട്ടും മൂടിവെക്കപ്പെട്ടു എന്നുള്ളതൊരു വലിയ ചോദ്യം മുന്നിൽ നിൽക്കുകയല്ലേ? ഏറ്റവും ഒടുവിൽ ഗത്യന്തരമില്ലാതല്ലേ അദ്ദേഹം രാഹുൽ രാജിവെക്കണം, രാഹുലിനെതിരെ നടപടിയെടുക്കണം എന്ന നിലപാടിലേക്ക് വന്നത്? ശശിയെ എന്നാണ് ഈ പറയുന്നത്? ആ നിലപാടിൽ നിന്ന് ഇപ്പോ കടകം മറിഞ്ഞിട്ട് ബാക്കി ഇടതുപക്ഷത്തെയും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെയും ഇതുപോലെ സമാനമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്ന രാഷ്ട്രീയമല്ലല്ലോ ചെയ്യേണ്ടിയിരുന്നത്. മറിച്ച് തന്റെ പാർട്ടിയുടെ ഒരു യുവ MLA, ആ യുവ MLA ചെയ്തിട്ടുള്ള തെറ്റ് താൻ അറിഞ്ഞിട്ട് പൂഴ്ത്തിവെച്ചിരിക്കുന്നു വർഷങ്ങളോളം. ആ വിവരം പുറത്തു പറയാതിരിക്കുന്നു. തന്റെ പിതൃതുല്യമായി കരുതിയിരുന്ന ആളുകളെ ഒരു വ്യക്തി നൽകിയ പരാതി, ആ പരാതി മൂടിവെക്കപ്പെട്ടു എന്നുള്ളത് ഗൗരവതരമായ ഒരു കുറ്റകൃത്യം കൂടി ശ്രീ VD സതീശൻ ചെയ്തിട്ടുണ്ട്. ആ പരാതി ഒരുപക്ഷെ ശരി, ഈ കുറ്റം ശരിയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതെല്ലാം പക്ഷെ CPM-ന് പറയാൻ അർഹതയില്ല. കാരണം ഈ പരാതി, ഇത്തരത്തിലുള്ള പരാതികൾ CPM-ന് കിട്ടുമ്പോൾ എന്താണ് ചെയ്യുന്നത്? പാർട്ടി അന്വേഷണമാണ് നടക്കാറുള്ളത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്നിട്ട് അവിടെ തീവ്രത അളന്നിട്ട് ആ പറയുന്നയാളെ കുറ്റവിമുക്തനാക്കുക എന്നുള്ള പതിവ് കാര്യം CPM-ൽ നടക്കുന്നതാണ്. നമുക്കറിയാലോ CPM-ന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർക്കെതിരെ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പടർത്താനും വലിയ തോതിൽ അവരെ വ്യക്തിഹത്യ ചെയ്യാനും ആക്രമിക്കുവാനും അവർക്കെതിരായിട്ട് സമരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഒക്കെ അവർക്ക് വലിയ ഉത്സുകതയാണ്. നിയമസഭയ്ക്കകത്ത് പോലും അവർ പലപ്പോഴും എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെ പോലും വെറുതെ വിടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. വളരെ വൾഗറായിട്ടുള്ള ഭാഷകൾ ഉപയോഗിച്ച് അവരുടെ കുടുംബാംഗങ്ങളെ പോലും അധിക്ഷേപിച്ചിട്ട് അത്തരത്തിലുള്ള സംഭാഷണങ്ങളിലേക്കൊക്കെ പോകുന്നത് നിയമസഭകൾക്കകത്ത് പോലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടം വിഷയം വരുന്ന സമയത്ത് CPM കുറച്ച് സോഫ്റ്റ് ആണ്. അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് CPM-ന്റെ അകത്തുള്ള യുവനിര നേതാക്കൾ മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന ആൾക്കാർക്കെതിരെ വരെ വന്നിട്ടുള്ള സമാനമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. അതായത് സ്വന്തം പാർട്ടിയിലെ സഖാക്കൾ തന്നെയാണ്, വനിതാ സഖാക്കൾ തന്നെയാണ് ഇവർക്കെതിരായിട്ടുള്ള പരാതികളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. അതിനകത്തൊക്കെയും തീവ്രത അളന്നും തീവ്രതയുടെ തൂക്കം നോക്കിയൊക്കെയാണ് പലപ്പോഴും അവർ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്.
മുതലാളിയുടെ തലയിൽ ഇടുത്തി വിടില്ലേ എന്ന് പ്രാർത്ഥിച്ചത്. വളരെ സോഫ്റ്റ് ആയിട്ട് നിങ്ങളെ പരസ്യമായി ശാസിക്കും കേട്ടോ എന്നൊക്കെ ഉള്ള ഭീകരമായിട്ടുള്ള നടപടികളൊക്കെയാണ് പല വ്യക്തികൾക്കെതിരെ എടുത്തിട്ടുള്ളത്. ഇപ്പൊ ശ്രീ ഹസ്കർ പറയുന്നുണ്ടായിരുന്നു, മുകേഷ് എന്ന് പറയുന്നത് എന്താണ് CPM ചിഹ്നത്തിൽ മത്സരിച്ച സ്വതന്ത്രം. അതെങ്ങനെയാണ് CPM ചിഹ്നത്തിൽ സ്വതന്ത്രം മത്സരിക്കുന്നത്? സാധാരണ അതിൽ സ്വതന്ത്രം മത്സരിക്കുക എന്ന് പറയുമ്പോൾ സ്വതന്ത്രന് സ്വതന്ത്രമായിട്ടുള്ളൊരു ചിഹ്നമാണ് കൊടുക്കുക. എന്തെങ്കിലും ഒരു ചിഹ്നത്തിലായിരിക്കും സ്വതന്ത്രൻ മത്സരിക്കുന്നത്. CPM പിന്തുണ കൊടുക്കാം, BJP പിന്തുണ കൊടുക്കാം, കോൺഗ്രസ് പിന്തുണ കൊടുക്കാം. അവർക്ക് അവരുടേതായ മറ്റ് ചിഹ്നമായിരിക്കും. പക്ഷെ ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ സ്വതന്ത്രം മത്സരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് പാർട്ടി സ്ഥാനാർത്ഥി തന്നെയാണ്, CPM സ്ഥാനാർത്ഥി അല്ല. CPM സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ടല്ലല്ലോ മുകേഷിന്റെ ഫ്ലക്സ് ബോർഡുകളോ മുകേഷിന്റെ പ്രചരണ മെറ്റീരിയലുകളോ അവിടെ ഉണ്ടായിരുന്നു. എന്താണ് അതിന്റെ ഗുഡ് ആൻഡ് മിസ്റ്റർ തോമസ്? എനിക്കറിയില്ല. CPM സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തന്നെയാണ്. അപ്പൊ മുകേഷിന്റെ രാജി ചോദിച്ചു വാങ്ങാതിരിക്കുവാൻ വേണ്ടിയിട്ട് CPM ഒരുപാട് കാരണങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാരണങ്ങൾ തന്നെയാണ് ഇപ്പോ കോൺഗ്രസ് എടുത്ത് ഉന്നയിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ കബോർഡിനകത്ത് ഒരുപാട് സ്കെൽട്ടൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വിട്ട് രാജി എന്ന ആവശ്യവുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അത് രാഷ്ട്രീയത്തിന്റെ ഒരു വശം. മറുവശം എന്ന് പറയുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം വരുന്നതിന് CPM-ഉം ഭയക്കുന്നുണ്ട്. കാരണം പാലക്കാട് നിയമസഭയിൽ നിലവിലൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അത് BJP-ക്ക് രാഷ്ട്രീയമായിട്ട് ഗുണം ഉണ്ടാക്കി കളയുമോ എന്നുള്ള ഭയം CPM-നുണ്ട്, മനസ്സിലാക്കി കളഞ്ഞല്ല കോൺഗ്രസിനെ പോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് രാജി വെക്കാതെ ഇരിക്കുന്നതാണ് രാഷ്ട്രീയമായിട്ട് തങ്ങൾക്ക് ഗുണം എന്ന് CPM കരുതുന്നുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് അവര് ആ വിഷയത്തിൽ വളരെ സോഫ്റ്റ് ആയിട്ട് പോകുന്നത് എന്നാണ് ഇടതുപക്ഷത്തിന്റെ ഈ വിഷയത്തോടുള്ള സമീപനത്തിൽ നിന്ന് കാണുമ്പോ ഞാൻ മനസ്സിലാക്കുന്നു. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണം. ഈ രണ്ട് മുന്നണികളും ഏതാണ്ട് സമാന സ്വഭാവത്തിലാണ് ഈ വിഷയത്തെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഏതാണ്ട് ഒരേ തൂവൽ പക്ഷികളായിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങള് തമ്മിലുള്ള പാടാ. അവരെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന CPM-നെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് അവിടുത്തെ ബഹുഭൂരിപക്ഷം വോട്ടർമാരും കണ്ടു എന്ന് വരില്ല. കോൺഗ്രസിനെതിരായിട്ട് മത്സരിക്കുന്ന സമയത്ത് കോൺഗ്രസ് ഇത്രയും നാൾ ഉയർത്തിയിരിക്കുന്ന രാഷ്ട്രീയം പരാജയപ്പെട്ടുകൊണ്ട് പാലക്കാട് ജില്ലയിൽ അല്ലെങ്കിൽ പാലക്കാട് നിയമസഭയിൽ അവർ ഉയർത്തിയിരിക്കുന്ന രാഷ്ട്രീയം പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന BJP-ക്ക് ആയിരിക്കും അവിടെ കാര്യമായിട്ടുള്ള ഒരു എഡ്ജ് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവരെ ഭയപ്പെടുത്തുന്നു. ഒപ്പം തങ്ങളുടെ ജനപ്രതിനിധികൾക്ക് നേരെ സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ അത് തങ്ങളെ ബാധിക്കും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മളിത് വേണ്ട. എല്ലാവരുടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കബോർഡിനകത്ത് ആവശ്യത്തിനധികം സ്കെൽട്ടൺസ് ഉണ്ട്. അതുകൊണ്ട് വെറുതെ കൂടുതൽ മുറിപ്പെടുത്താൻ പോണ്ട.